ഹായ് ഹലോ എല്ലാവർക്കും നോർത്തൻ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കറിവേപ്പില പക്കോടി. സാധാരണ നമ്മൾ കേരളക്കാരെല്ലാവരും എല്ലാവിധ ഒട്ടുമിക്ക കറികളിലും ചേർക്കുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പില. പക്ഷേ കറിവേപ്പില കൊണ്ട് ഇങ്ങനെ ഒരു പക്കോടി ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരു ആസാമീസ് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഞാനിവിടെ ഒരു അരക്കപ്പ് കടലമാവാണ് എടുത്തത്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ജീരകം ചേർത്തോട്ടെടുത്തത്, അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചായക്ക് വെച്ചിട്ട് ചായ റെഡി ആകുമ്പോഴത്തേന് തന്നെ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. മാവെല്ലാം ആ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ആ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ, അധികം അങ്ങ് ലൂസായിട്ടുമല്ല ഒരുപാട് തിക്കായിട്ടുമല്ലാത്ത ഒരു ബാറ്ററാണ് വേണ്ടുന്നത്. അതായത് നമ്മുടെ ഇലയിട്ട് മുക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പക്കോട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി കറിവേപ്പിലയെല്ലാം നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തണ്ടോട് കൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പിലയെ ഇതുപോലെ മാവിനകത്തേക്ക് ഒന്ന് മുക്കി ഇതുപോലെ മാവ് എല്ലാ ഇലയിലും ഒന്ന് പറ്റത്തക്കവണ്ണം ഇങ്ങനെയൊന്ന് എടുക്കാം. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഇതേപോലെ നമ്മുടെ കറിവേപ്പില ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. വളരെ സാവകാശം മൂക്കട്ടെ. ആ കറിവേപ്പില അല്ലാതെ നമ്മൾ കറികളിൽ മൂപ്പിച്ചിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പക്കോടി ടൈപ്പിലാകുമ്പോഴത്തേന് നല്ലൊരു മണമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് അങ്ങനെ കഴിക്കാൻ ഒരു ചായക്കടിയായിട്ടോ അല്ലെങ്കിൽ ഇടനേരങ്ങളിൽ ഒരു സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ചും കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ. നല്ല ക്രിസ്പി ആയതിനു ശേഷം, ഒരു സൈഡ് ഒന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് നന്നായി മൂത്ത് കളറൊക്കെ ഒരു ബ്രൗൺ കളർ, ഒരു മൂത്ത് വരുന്ന ഒരു കളറാവും. അതിൻ്റെ മണം കൊണ്ടും അതിൻ്റെ കളറ് മാറുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാവുക ഇത് മൂത്തിട്ടുണ്ടെന്ന്. ഇല അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട എണ്ണയിലേക്ക് ഇടുമ്പം. ആദ്യം ഞാനും അങ്ങനെ ഒന്ന് വിചാരിച്ചു ഇല, പക്ഷേ നമ്മൾ കടലമാവിൽ മുക്കി ഇടുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറികളൊന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ചെറിയ തീയിൽ വേണം പ്രിപ്പയർ ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കരുത് തീ കൂട്ടിയിട്ട്. ഇപ്പം നമ്മുടെ കറിവേപ്പില പക്കോട നമ്മൾ രണ്ട് സൈഡും ഒക്കെ മൂപ്പിച്ച് റെഡിയാക്കി കോരിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ഒടിച്ചാൽ തന്നെ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന, അതിൻ്റെ തണ്ട് വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ആ രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പം ആസാമീസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഈ കേരളത്തിൻ്റെ സ്വന്തം കറിവേപ്പില പക്കോടയാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി ആരെങ്കിലും ഈ ചാനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമായിട്ടും നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. Thank you for watching.